ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ്, പ്ലൈവുഡ്സ്, ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാടം മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ്. റിപ്പബ്ലിക് പരേഡുകളിൽ പങ്കെടുത്ത പ്രതിഭകൾക്ക് പഴയന്നൂർ ചീരക്കുഴി IHRD കോളേജിൽ ഊഷ്മള സ്വീകരണം. തുടർച്ചയായ 4ാം വർഷവും കോളേജ് ഈ അഭിമാന നേട്ടം കൈവരിച്ചു. ഡൽഹിയിലും തിരുവനന്തപുരത്തും നടന്ന റിപ്പബ്ലിക് ദിന പരേഡുകളിൽ പങ്കെടുത്ത പ്രതിഭകൾക്ക് പഴയന്നൂർ ചീരക്കുഴി IHRD കോളേജിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. ഡൽഹിയിൽ നടന്ന ദേശീയ പരേഡിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് സെക്കൻഡ് BCom ഫിനാൻസ് വിദ്യാർത്ഥി ആദിത്യൻ KP പങ്കെടുത്തു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആദിത്യൻ KP. ഞാൻ സെക്കൻഡ് ഇയർ BCom ഫിനാൻസ് വിദ്യാർത്ഥിയാണ്. കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കര IHRD. 2026 ജനുവരി 26 റിപ്പബ്ലിക് ഡേ ഡൽഹിയിൽ വെച്ച് നടക്കുന്നതിൽ കേരളത്തെ പ്രതികരിച്ച് 12 പേരിൽ ഒരാളായിരുന്നു ഞാൻ. വളരെയേറെ സെലക്ഷൻ പ്രൊസീജിയറിൽ കൂടിയാണ് ഇതിലേക്ക് കടന്നത്. 4-5 സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ടായിരുന്നു. 1 മാസത്തെ ട്രെയിനിങ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതും പ്രസിഡൻറ്റിന് മുന്നിൽ സല്യൂട്ട് കൊടുക്കുന്നതിൽ തന്നെ കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ള സെലക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. 2023 മുതൽ തുടർച്ചയായി 4 വർഷം കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കരയിൽ നിന്ന് RD പാർട്ടിസിപ്പേറ്റ് നടക്കുന്നുണ്ട് ഡൽഹിയിലേക്ക്. അതിൽ 4ാമത്തെ RD പാർട്ടിസിപ്പൻറ്റ് വളണ്ടിയറാണ് ഞാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കരയിൽ. ആൻഡ് ഇതൊരു പ്രൗഡ് മൊമെൻ്റ് ആണ്. ഇതിനുവേണ്ടി എൻ്റെ കൂടെ നിന്ന കോളേജ് പ്രിൻസിപ്പൽ, പ്രോഗ്രാം ഓഫീസേഴ്സ്, ദിനേശ് മോഹൻ സാർ ആൻഡ് വളണ്ടിയേഴ്സ് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിച്ചു. സംസ്ഥാന തലസ്ഥാനത്ത് നടന്ന പരേഡിൽ വോളണ്ടിയറായി സെക്കൻഡ് BCA വിദ്യാർത്ഥി അനു MRഉം. ഞാൻ അനു MR, കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കരയിലെ സെക്കൻഡ് BCA വിദ്യാർത്ഥിയാണ്. 2025-26 വർഷത്തെ സൗത്ത് സോൺ പ്രിയാർഡി ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വോളണ്ടിയർ കൂടിയാണ് ഞാൻ. അതുകൂടാതെ കേരളത്തിൽ തന്നെ ആദ്യമായി NSS പ്ലറ്റൂൺ സ്റ്റേറ്റ് പരേഡിൽ പങ്കെടുക്കുകയും ഞങ്ങളുടെ കോളേജിനെ സംബന്ധിച്ച് 4 വർഷം തുടർച്ചയായി നാഷണൽ ലെവൽ RD ക്യാമ്പിൽ കോളേജിൽ നിന്ന് വോളണ്ടിയേഴ്സ് പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ കേരളത്തിലെ ആദ്യമായി സ്റ്റേറ്റ് പരേഡിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച വിദ്യാർത്ഥി കൂടിയാണ് ഞാൻ. ഇതിനുവേണ്ടി എനിക്ക് എല്ലാവിധ പിന്തുണയും തന്നിട്ടുള്ള കോളേജ് പ്രിൻസിപ്പൽ ശ്രീമതി ഷാഗു മാം, പ്രോഗ്രാം ഓഫീസേഴ്സ് ഷാനിഫ മിസ്, രമ്യ മിസ്, ദിനേശ് സാർ, എൻ്റെ സുഹൃത്തുക്കൾ, എല്ലാ വോളണ്ടിയേഴ്സിനും എൻ്റെ നന്ദി അറിയിച്ചു. കണ്ടിജന്റ് ലീഡറും ട്രെയിനറുമായി അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ M ദിനേശ് മോഹനും പങ്കെടുത്തു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി യൂണിറ്റിലെ ഈ കോളേജിലെ NSS യൂണിറ്റിലെ വോളണ്ടിയേഴ്സിനെ കൃത്യമായ ട്രെയിനിങ്ങിലൂടെ 2023 മുതൽ 26 വരെ തുടർച്ചയായ 4 വർഷം, ആദ്യത്തെ 3 വർഷം തുടർച്ചയായി ഗേൾസും, അതുപോലെ തന്നെ ഈ വർഷം 2026 ഒരു ബോയും നമ്മുടെ ന്യൂഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സെലക്ഷൻ പ്രൊസീജിയറിലൂടെയാണ് ഈ സെലക്ഷൻ സാധ്യമാവാറ്. അപ്പോൾ വളരെ കഴിവുള്ള, കലാപരമായിട്ടും കായികപരമായിട്ടും അതുപോലെ തന്നെ IQ, ഇൻ്റർവ്യൂ, അങ്ങനെ കുറേ കാര്യങ്ങളിലൂടെ, ടെസ്റ്റുകളിലൂടെയാണ് ഈ സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ടാവുക വിവിധ ക്യാമ്പുകളിലൂടെ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. 2023 തുടർച്ചയായിട്ടുള്ള സെലക്ഷൻ കിട്ടുന്ന ഒരു കോളേജ് കേരളത്തിൽ തന്നെ, ഒരുപക്ഷെ ഇന്ത്യയിലും ഇതുപോലൊരു അവസരം മറ്റു കോളേജുകൾക്ക് കിട്ടിയെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കേരളത്തിൽ എന്തായാലും തുടർച്ചയായി 4 വർഷം റിപ്പബ്ലിക് ഡേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന NSS വോളണ്ടിയർമാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു കോളേജിൽ നിന്നുള്ള ബഹുമതി ഈ കോളേജിന് സ്വന്തമാണ്. റീജിയണൽ ഡയറക്ടറേറ്റ്, കേരള ലക്ഷദ്വീപ് റീജിയണൽ ഡയറക്ടറേറ്റിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് തുടർച്ചയായിട്ട് 4 വർഷം ഒരു ഒരേ കോളേജിലെ വോളണ്ടിയേഴ്സ് റിപ്പബ്ലിക് ഡേ ഡൽഹി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഈ NSS വോളണ്ടിയേഴ്സിൻ്റെ ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള NSS വോളണ്ടിയേഴ്സിനോടൊപ്പം ട്രെയിനിങ് നൽകുന്നതിനും അവരുടെ ആത്മാർത്ഥമായ പരിശ്രമവും, അതുപോലെ തന്നെ അതിനെല്ലാം ഉപരി ഈ കോളേജിൻ്റെ നമ്മുടെ പ്രിൻസിപ്പളായ ശ്രീമതി ഷാഗു മാഡത്തിൻ്റെ കൃത്യമായ ഡയറക്ഷനും സപ്പോർട്ടും മാത്രമാണ് ഈ വിജയത്തിൻ്റെ ഏറ്റവും മഹത്തായ ഒരു കാര്യം. അപ്പോൾ 2023 മുതൽ തുടർച്ചയായി 4 വർഷം റിപ്പബ്ലിക് പരേഡിൽ ഈ കോളേജിലെ NSS വോളണ്ടിയർമാർ കേരളത്തെ പ്രതിനിധീകരിക്കുന്നു എന്നത് വലിയ നേട്ടമാണ്. പ്രിൻസിപ്പൽ P ഷാഗുവിന്റെ മാർഗനിർദ്ദേശങ്ങളും NSS യൂണിറ്റിന്റെ മികച്ച പ്രവർത്തനവുമാണ് ഈ വലിയ അംഗീകാരത്തിന് പിന്നിൽ. എൻ്റെ പേര് രമ്യ മുരളി. ഞാൻ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ചേലക്കരയിലെ NSS 33 യൂണിറ്റിലെ NSS PO ആണ്.
ഇവിടെ മെയിനായിട്ട് 2 NSS യൂണിറ്റാണുള്ളത്, 33, 83. നമ്മൾ തുടർച്ചയായിട്ട് 2023 മുതൽ 26 വരെ കണ്ടിന്യൂസ് ആയിട്ട് 4 വർഷത്തോളം നമ്മുടെ വോളണ്ടിയേഴ്സ് NSS RD പരേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കോളേജിനെ സംബന്ധിച്ച് ഇതൊരു വളരെയധികം അഭിമാനാർഹമായ നിമിഷങ്ങളാണ്. ഇതിനു വേണ്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഷാബുഫി മാം, അതുപോലെ തന്നെ ഞങ്ങളുടെ വോളണ്ടിയേഴ്സ് എല്ലാവർക്കും ഞാൻ ഈ നിമിഷത്തിൽ എല്ലാവിധ നന്ദിയും പറയാണ്. അതുപോലെ തന്നെ നമ്മുടെ കോളേജിനെ സംബന്ധിച്ച് ഇത് ഏറ്റവും അഭിമാനാർഹമായൊരു മുഹൂർത്തമാണ്. അതായത് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു കോളേജിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നാഷണൽ റിപ്പബ്ലിക് പരേഡിൽ NSS വോളണ്ടിയേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചത് ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെന്റ് ആണ്.